ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ വ്യാപക പ്രതിഷേധം. പ്രതിപക്ഷ നേതാക്കൾ ഛത്തീസ്ഗഡ് സന്ദർശിക്കും. ബൃന്ദ കാരാട്ട് ഉൾപ്പെടെയുള്ള ഇടത് സംഘമാണ് ഛത്തീസ്ഗഡിലേക്ക് പോകുന്നത്. അതേസമയം ഇന്നും കേരളത്തിൽ നിന്നുള്ള എംപിമാർ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കും. സ്വാതി സന്തോഷ് ചേരുകയാണ്. സ്വാതി, ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ സംഘം ഛത്തീസ്ഗഡിലേക്ക് പോവുകയാണ്. ഛത്തീസ്ഗഡിലേക്ക് ചെന്നാൽ പോലും അവിടുത്തെ BJP ഭരണകൂടം അങ്ങോട്ടേക്ക് പോകാനും ഇവരെ കാണാനും ഒക്കെയുള്ള അനുവാദം നൽകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. പക്ഷേ അവിടുത്തെ ന്യൂനപക്ഷങ്ങളിൽ നിന്ന്, ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും. കന്യാസ്ത്രീകൾ പറയുന്നു, തങ്ങളുടെ ഈ ഒരു വേഷം ഇട്ടുകൊണ്ട് പുറത്തേക്കിറങ്ങാൻ പോലും ഭയമാണ്. അത്രമാത്രം ഹറാസ്മെൻ്റാണ് ഓരോ നോർത്ത് ഇന്ത്യയുടെ ഓരോ ഭാഗങ്ങളിലും ഉണ്ടാവുന്നത്. ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ ഈ കന്യാസ്ത്രീകളുടെ വസ്ത്രം മാറ്റി മറ്റ് വസ്ത്രങ്ങൾ ഇട്ട് പോകേണ്ടുന്ന അവസ്ഥയിലാണ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ. സ്വാതി. ഷമി, തീർച്ചയായും ഈ കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ രാജ്യവ്യാപകമായൊരു പ്രതിഷേധം നടക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ CPM-ന്റെ ഇടത് സംഘം ഇപ്പോൾ ഛത്തീസ്ഗഡ് സന്ദർശിക്കുന്നത്. ബൃന്ദ കാരാട്ട്, CPM നേതാവ് ബൃന്ദ കാരാട്ടിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഛത്തീസ്ഗഡിലേക്ക് ഇന്ന് ദില്ലിയിൽ നിന്നും യാത്ര തിരിക്കുന്നത്. ഏകദേശം 12:30 ദില്ലിയിൽ നിന്ന് അവർ പുറപ്പെടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംഘത്തിൽ കെ രാധാകൃഷ്ണൻ MP, AA റഹീം MP തുടങ്ങിയവരുണ്ട്. ജോസ് കെ മാണി, PP സുനീർ എന്നിവരാണ് ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. എന്തായാലും നേരിട്ട് കണ്ട് ആ കന്യാസ്ത്രീമാരുടെ വിഷയം നേരിട്ട് അവിടെ ചെന്ന് കാണുവാനും അവരുമായി ഉൾപ്പെടെ അവരുടെ പ്രതികരണം ഉൾപ്പെടെ ലഭിക്കുകയാണെങ്കിൽ അത് നമുക്ക് ജനങ്ങൾക്ക് മുന്നിലേക്ക് ആ പ്രതികരണം എത്തിക്കാൻ വേണ്ടി കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ സംഘത്തോടൊപ്പം കൈരളിയുടെ മാധ്യമ സംഘം കൂടി ഈ ഇടത് നേതാക്കളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഛത്തീസ്ഗഡിൽ നിലവിൽ ഈ കന്യാസ്ത്രീമാരുടെ അറസ്റ്റിന് ശേഷം വരുന്ന ഓരോ വാർത്തകളും കൂടുതൽ ആശങ്ക ഉളവാക്കുന്നതാണ്. ഈ കന്യാസ്ത്രീമാർ അടക്കം പറയുന്നു, അവരെ ഭീഷണിപ്പെടുത്തുന്നു, ബൈബിള് ബാഗിൽ നിന്ന് വലിച്ചെറിയുന്നു. അത്തരത്തിൽ മതന്യൂനപക്ഷങ്ങൾക്കും ക്രൈസ്തവർക്കും നേരെ BJP സംസ്ഥാനങ്ങളിൽ നടക്കുന്ന അക്രമത്തിന്റെ അല്ലെങ്കിൽ വേട്ടയാടലിന്റെ ഒരു ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഛത്തീസ്ഗഡിൽ നിന്നും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാർലമെന്റിലടക്കം ഈ വിഷയം MP-മാർ ഉന്നയിക്കുകയും ചെയ്തു. ഇന്നും കേരളത്തിൽ നിന്നുള്ള ഇടത് MP-മാർ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അടിയന്തര പ്രമേയ നോട്ടീസ് അടക്കം പാർലമെന്റിൽ നൽകിയിട്ടുണ്ട്. രാജ്യസഭയിൽ ഈ വിഷയം ഇന്നും ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയം തന്നെ FIR-ലടക്കം വലിയ തരത്തിലുള്ള പൊരുത്തക്കേടുകളുണ്ടെന്നും അത് ഗുരുതരമായ കുറ്റങ്ങൾ, അതും അടിസ്ഥാനരഹിതമായ കുറ്റങ്ങൾ, മതപരിവർത്തനം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് കന്യാസ്ത്രീകൾക്കെതിരെ നടത്തിയിട്ടുള്ളത്. അത്തരത്തിൽ മതപരിവർത്തനം ഒന്നും തങ്ങൾ നടത്തിയിട്ടില്ല എന്ന് ഇന്നലെ CBCI ഉൾപ്പെടെ അത് നിഷേധിക്കുകയും ചെയ്ത ഘട്ടമുണ്ട്. പെൺകുട്ടികൾ അവരുടെ ഇഷ്ടപ്രകാരമാണ്, രക്ഷകർത്താക്കളുടെ അനുമതിയോടുകൂടിയാണ് ജോലി ആവശ്യത്തിനായി തങ്ങളോടൊപ്പം വന്നത് എന്നുള്ള കാര്യം അവർ സൂചിപ്പിക്കുമ്പോഴും പോലീസും അതിനോടൊപ്പം തന്നെ ഇവരെ ആക്രമിക്കാൻ നേതൃത്വം നൽകിയ ബജ്രംഗ് ദൾ പ്രവർത്തകരെയും പിന്തുണച്ചുകൊണ്ടുള്ള നിലപാട് BJP സർക്കാർ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വിഷയത്തിൽ കടുത്ത പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. ഷമി.